ഞാൻ എല്ലാ വർഷവും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡേ എന്ന് പറയുന്നത് എൻ്റെ ബർത്ത്ഡേ ആണ്. പക്ഷെ ദിസ് ഇയർ ഞാൻ ഒട്ടും എക്സൈറ്റഡ് അല്ല. എനിക്ക് സെലിബ്രേറ്റ് പോലും ചെയ്യേണ്ട എൻ്റെ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ. പക്ഷെ എൻ്റെ ഇവിടുത്തെ ഫ്രണ്ട്സ് ഈ 3 പേരിൽ ഒരാൾ ഇന്ത്യയിൽ ആ ടൈമിൽ പോകുന്നത് കൊണ്ട് തന്നെ അവരൊക്കെ ഒരാഴ്ച മുന്നേ ഞങ്ങൾ കൂടാന്നും പറഞ്ഞിട്ട് സെലിബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് സെലിബ്രേറ്റ് ചെയ്യണ്ടെങ്കിലും ഓരോരുത്തർക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ ഓരോ കാരണങ്ങൾ വേണമല്ലോ. അപ്പൊ ഇവരൊക്കെ അത്യാവശ്യം എക്സൈറ്റഡ് ആയിരുന്നു എന്റെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. കാരണം ഞങ്ങൾ കുറച്ചധികമായി എല്ലാവരും തമ്മിലൊന്ന് മീറ്റ് ഒക്കെ ചെയ്തിട്ട്. നാട്ടിൽ നിന്ന് വന്നിട്ട് കുറച്ചായതുകൊണ്ട് തന്നെ ഞാൻ വലുതായിട്ട് കുക്കിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ഇവരൊക്കെ വരുന്നതല്ലേ, അപ്പൊ നൈറ്റിനേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്ന്. അപ്പൊ രാവിലെ തന്നെ ഞാൻ റെഡി ടു മിക്സ്, ആക്ച്വലി അത് ഇഡലി മിക്സ് ആണ്. അതിനെ കൊണ്ട് ഞാൻ തൊടലിയാക്കിയിട്ട് രാവിലെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയി പിന്നെ ഒന്ന് വാക്യൂം ഒക്കെ ചെയ്ത് റൂമൊക്കെ ക്ലീൻ ചെയ്തു. കാരണം കുറേ പൊടിയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചായല്ലോ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല എൻ്റെ അപ്പാർട്ട്മെൻറ്റിലൊന്നും. ഞാനും ഇല്ല, എൻ്റെ ഫ്ലാറ്റ്മേറ്റ്സും ഇല്ല. സോ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. പിന്നെ ഞാൻ തകർത്ത് കുക്കിംഗ് ആയിരുന്നു. ഗ്രിൽഡ് പൊട്ടേറ്റോ ഉണ്ടാക്കി, എഗ് റൈസ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ബർഗർ പോലെ ഇല്ലേ, ബർഗർ എന്ന് പറയാൻ പറ്റില്ല, ആക്ച്വലി അതൊരു പാവ് ഭാജിയുടെ ഒക്കെ വേറൊരു വേർഷൻ. എനിക്കിഷ്ടമാണ്. ഈ ചുമ്മാ നമ്മൾ ഈ ബർഗറിൻ്റെ ബ്രെഡ് വാങ്ങിച്ചിട്ട് ടോസ്റ്റ് ചെയ്തിട്ട് അതിൽ ഈ ഫില്ലിങ്സ്, ഈ മസാല ഫില്ലിങ്സ് ഇട്ടിട്ട് കഴിക്കാൻ നല്ല രസമാണ്, എനിക്കിഷ്ടമാണ്. അങ്ങനെ ഫുൾ ഫുഡൊക്കെ ഉണ്ടാക്കി ക്ലീനിങ്ങും കഴിഞ്ഞ് വേസ്റ്റ് മറിഞ്ഞ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് കറക്റ്റ് നിൽക്കുമ്പോഴേക്കും ഇവരൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഇതിലുള്ള തെലുഗു ഫ്രണ്ട് വരുമ്പം ടമറിൻ റൈസും സ്വീറ്റ് പൊങ്കലും പായസവും ഒക്കെ എടുത്തിട്ടാണ് വന്നത്. ഞാൻ പിസയും കൂടി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചെങ്കിലും ഒരുപാട് ഫുഡ് ഉള്ളത് കൊണ്ട് തന്നെ അത് ഞാൻ പിന്നെ ഉണ്ടാക്കിയില്ല. കാരണം ഇതേ എന്നിട്ട് ബാക്കിയായിരുന്നു. എനിക്ക് ആൾക്കാർക്ക് ഫുഡ് വെച്ച് കൊടുക്കാൻ നല്ല ടെൻഷൻ, അവർക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിലോ എന്നൊക്കെ ഉള്ളൊരു സംഭവമുണ്ട്. പക്ഷെ ലക്കിലി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല രസമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഫുഡ് കഴിച്ചത്. അപ്പം തന്നെ എനിക്കൊരു സമാധാനം. ലക്കിലി അത് നന്നായതുമാവാം. കാരണം എനിക്കെൻ്റെ കുക്കിങ്ങിൽ വലിയ പ്രതീക്ഷ ഇല്ലെങ്കിലും ഇവരൊക്കെ നന്നായി എന്ന് പറയുന്ന കേൾക്കുമ്പോൾ ഒരു സമാധാനം. പിന്നെ ഞങ്ങൾ ഈ 1 മാസത്തെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തു. കാരണം ഞാൻ 1 മാസമായിട്ട് ഇവരെ ആരും കണ്ടിട്ടില്ലല്ലോ. അപ്പം ഞങ്ങളൊക്കെ കുറേ സംസാരിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രിയൊക്കെ ആയപ്പോൾ ഒരു റീല് കണ്ടു റാൻഡംലി ഇൻസ്റ്റഗ്രാമിൽ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ശരി എന്നാലത് നമുക്കും ചെയ്യാം. നല്ല ഫണ്ണി ആയിട്ടുള്ളൊരു റീലായിരുന്നു. ആകെ ഒരു 30-40 സെക്കൻഡേ ഉള്ളൂ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഡയലോഗ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ റീടേക്ക് എടുത്ത് 3-3.5 മണിക്കൂറാണ് ഈ ഒരു 30 സെക്കൻഡിൻ്റെ സാധനങ്ങൾ ഞങ്ങൾ ചെയ്തത്. ഇതെനിക്കൊരു ഫ്രണ്ട് കൊണ്ടു തന്നതാട്ടോ, ഈ ഫെററോ റോഷർ. എനിക്ക് ഫെററോ റോഷർ ഇഷ്ടമാണ്. പിന്നെ ഞങ്ങളുടെ കത്തിയടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കിടന്നത് 5:30 കഴിഞ്ഞിട്ടാണ്. എനിവേസ് ഇറ്റ് വാസ് എ വെരി നൈസ് നൈറ്റ്.